നമസ്കാരം. സോളാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു വിശേഷം പങ്കുവെക്കാനാണ് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിൻ്റെ ഒരു തിരക്കിലാണ്. അതായത് വലിയ തോതിൽ കേരളത്തിൽ ഒരുപാട് ആളുകൾ സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഒരു സോളാർ പവർ പ്ലാന്റിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ കമ്പണൻസും വളരെ പ്രധാനപ്പെട്ടതാണെങ്കിലും അതിൽ ഏറ്റവും മേജറായിട്ട് വരുന്ന രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് സോളാർ പാനലുകളാണ്, രണ്ടാമത്തേത് സോളാർ ഇൻവേർട്ടറുകളാണ്. അപ്പോൾ ഇതിനകത്ത് ഇൻവേർട്ടറുകൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. മൈക്രോ ഇൻവേർട്ടർ, സ്ട്രിങ് ഇൻവേർട്ടർ, അതുപോലെ മൈക്രോ ഇൻവേർട്ടർ തന്നെ പല ബ്രാൻഡിൻ്റെ പല രീതിയിലുള്ള ഇൻവേർട്ടറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ഇൻവേർട്ടറുകളാണ് നമ്മുടെ വീട്ടിൽ ആവശ്യം, അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ഏത് ഇൻവേർട്ടറാണ് സെലക്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഇന്നത്തെ ഒരു വീഡിയോ. കാരണം നമ്മളൊരു സോളാർ വെൻഡർ നമ്മൾ കസ്റ്റമറോട് അല്ലെങ്കിൽ കൺസ്യൂമറോട് പറയുകയാണ്, നിങ്ങളുടെ അടുത്ത് സ്ട്രിങ് ഇൻവേർട്ടർ ഉണ്ട്, മൈക്രോ ഇൻവേർട്ടർ ഉണ്ട്, അതുപോലെ എൻഫേസിൻ്റെ ഇൻവേർട്ടർ ഉണ്ട്, മൈക്രോ ഇൻവേർട്ടർ, അതേപോലെ സ്പാർക്ക് ഇൻവേർട്ടർ ഉണ്ട്. അങ്ങനെ പല തരം ബ്രാൻഡുകളും പേരുകളൊക്കെ പറയുമ്പോൾ പല കസ്റ്റമേഴ്സിനും ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു സോളാർ പവർ പ്ലാന്റ് എന്താണെന്ന് ഒരു വെൻഡറും അതേപോലെ തന്നെ കൺസ്യൂമറും കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ ആ ഒരു പ്ലാന്റ് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിയും. അപ്പോൾ അതിൽ ഓരോ കമ്പോണൻസും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു പവർ പ്ലാന്റിൻ്റെ മേജറായിട്ടുള്ള ഒരുപാട് കമ്പോണൻസ് ഉണ്ട്. എല്ലാ കമ്പോണൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ഒരു കൃത്യമായ ക്വാളിറ്റിയിൽ ഓരോ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്കതിൻ്റെ ഫ്യൂച്ചറിലുള്ള വാറൻറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഓൺ ഗ്രിഡ് സിസ്റ്റത്തിൽ രണ്ട് തരത്തിലുള്ള ഇൻവേർട്ടറുകളാണ് ഇന്ന് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. പ്രധാന കാറ്റഗറി ഒന്ന് സ്ട്രിങ് ഇൻവേർട്ടർ, മറ്റൊന്നാണ് മൈക്രോ ഇൻവേർട്ടറുകൾ. ഇതിൽ സ്ട്രിങ് ഇൻവേർട്ടർ ഏതാണ്ട് ഒരു 20-ലധികം ബ്രാൻഡുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് കേരളത്തിൽ ലഭ്യമായിട്ടുണ്ട്. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ വി-ഗാർഡ്, PV ബ്ലിങ്ക്, ഡെയ്, ഫെസ്ട്രോൺ തുടങ്ങി UTL തുടങ്ങിയ ഒരുപാട് ബ്രാൻഡുകൾ, ഏതാണ്ട് 25ഓളം ബ്രാൻഡുകൾ അല്ലെങ്കിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള കമ്പനിയുടെ പാനലുകൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ നമുക്കൊരു ഇൻവേർട്ടർ, ഒരു സ്ട്രിങ് ഇൻവേർട്ടർ സെലക്ട് ചെയ്യുമ്പോൾ ഏത് സെലക്ട് ചെയ്യാം എന്നുള്ളത് നമ്മളതിൽ വാറണ്ടി ഒരു ഫാക്ടറാണ്. മറ്റൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവീസാണ്. ഇപ്പോൾ നമുക്ക് കണ്ണൂർ നല്ല സർവീസ് കിട്ടുന്നത് ഒരു പെർട്ടിക്കുലർ ഇൻവേർട്ടർ ആണെങ്കിൽ ആ ഇൻവേർട്ടർ മറ്റൊരു സ്ഥലത്ത് ചിലപ്പം ഒരു നല്ല സർവീസ് കിട്ടണമെന്നില്ല. അപ്പോൾ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ ഏരിയയിലും ഏറ്റവും നല്ല കൃത്യമായിട്ടുള്ള സർവീസ് കിട്ടുന്ന ആ ഒരു ഇൻവേർട്ടർ നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ മറ്റൊരു പ്രശ്നമുണ്ട്. ഇതിൽ ഇൻവേർട്ടറിൻ്റെ വാറണ്ടി വാറണ്ടി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടറാണ്. വാറണ്ടി പരമാവധി 10 വർഷം വരെയാണ് വാറണ്ടി കൊടുക്കാറുള്ളത്. ആ 10 വർഷം വരെയും നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ 10 വർഷത്തിന് ശേഷം എന്താണെന്നുള്ളത് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം ഇന്ന് സർവീസ് കൊടുക്കുന്ന കമ്പനി 10 വർഷം കഴിയുമ്പം കൊടുക്കണമെന്ന് നമുക്ക് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അതുകൊണ്ട് 10 വർഷം എന്നുള്ള ഒരു രീതിയിൽ മാത്രമേ നമ്മളൊരു ഇൻവേർട്ടറിനെ കാണേണ്ടതുള്ളൂ. അതിനുശേഷം ഒന്നുകിൽ ഇൻവേർട്ടർ മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ആ രീതിയിലായിരിക്കും ചെയ്യേണ്ടി വരിക. അതാണ് ഇൻവേർട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഞാൻ പറഞ്ഞു ഏതാണ്ട് ഒരു 25ഓളം കമ്പനികൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരുപാട് ബ്രാൻഡുകളുണ്ട്. PV ബ്ലിങ്ക്, അതുപോലെ ഡെയ് ഉണ്ട്, വി-ഗാർഡ് ഉണ്ട്, ഹവൽസ് ഉണ്ട്, പോളിക്യാബ് ഉണ്ട്, ഫെസ്ട്രോൺ തുടങ്ങിയ ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഓരോ ഏരിയയിലും ലഭിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സർവീസ് ലഭിക്കുന്ന ബ്രാൻഡ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രിങ് ഇൻവേർട്ടറെ സംബന്ധിച്ച് നമുക്കറിയാം. സ്ട്രിങ് ഇൻവേർട്ടർ ഒരു 3 കിലോവാട്ട് സിസ്റ്റം ആണെങ്കിൽ നമുക്കതിൽ ഒരൊറ്റ സ്ട്രിങ് ഇൻവേർട്ടറാണ് ഉണ്ടാവുക. അത് 5 കിലോവാട്ട് ആണെങ്കിൽ 5 കിലോവാട്ടിൻ്റെ സ്ട്രിങ് ഇൻവേർട്ടർ. അതിൽ 5 കിലോവാട്ടിൻ്റെ ചില കേസിൽ 2 സ്ട്രിങ് വരുന്നതും അല്ലെങ്കിൽ ഒറ്റ സ്ട്രിങ് വരുന്നതുകൊണ്ട്. ഇനി 10 കിലോവാട്ട് ആണെങ്കിൽ 10 കിലോവാട്ടിൻ്റെ ഒരു ഇൻവേർട്ടർ, അതിലേക്ക് പല സ്ട്രിങ്ങുകളായിട്ട് 2-3 സ്ട്രിങ്ങുകളായിട്ടായിരിക്കും കണക്ട് ചെയ്യുക. ഈ രീതിയിലാണ് സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കണക്ഷൻ വരുന്നത്. അതായത് നമ്മളൊരു 3 കിലോവാട്ട് സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ 3 കിലോവാട്ടിൻ്റെ ഇൻവേർട്ടർ ഉണ്ടാവും. അതിന് ഏതാണ്ട് 3000 വാട്ട്സിലധികം വരുന്ന പാനലുകൾ, അത് 600 വാട്ട്സിൻ്റെ ആണെങ്കിൽ ചിലപ്പം 5 പാനലായിരിക്കും നമ്മളവിടെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 610, 630 ഈ പല വാട്ടേജിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഏറ്റവും
ഒരു 3000 എന്നുള്ളത് 3100 ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ പാനലുകൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ പാനലുകൾ ഇപ്പോൾ നിലവിൽ പാനലുകളെക്കുറിച്ച് തന്നെ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ അടുത്ത ഒരു കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുണ്ട്. കാരണം ഇപ്പോൾ ഒരുപാട് പാനലുകൾ, അതായത് ടെക്നോളജി വൈസ് ആദ്യം പോളിക്രിസ്റ്റലൈൻ പാനലുകളായിരുന്നു. അതായത് നല്ല ഹീറ്റുള്ള സമയത്തായിരിക്കും അവിടെ പ്രൊഡക്ഷൻ ഉണ്ടാവുക. അതേസമയം മോണോക്രിസ്റ്റലൈൻ പാനലുകൾ വന്നു. ഭയങ്കര ഹീറ്റ് ഉണ്ടെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ ഒന്ന് ഡ്രോപ്പ് ആവുന്നു. ഒരു മീഡിയം റേഞ്ചിലുള്ള ടെമ്പറേച്ചർ ഉണ്ടെങ്കിൽ അവിടെ നല്ല പ്രൊഡക്ഷൻ വരുന്ന രീതിയിലായിരുന്നു. അപ്പോൾ രണ്ടിനും രണ്ട് രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനം. അതിനുശേഷം കുറച്ചും കൂടെ ഇവോൾവ് ആയിട്ടാണ് പെർക്ക് ടെക്നോളജി വന്നത്. അതിൽ തന്നെ മോണോ പെർക്ക്, പിന്നീട് അതിൻ്റെ ഹാഫ് കട്ട് പാനലുകൾ വന്നു, പിന്നെ ബൈഫേഷ്യൽ പാനലുകൾ വന്നു. ഇപ്പോൾ അതിനുശേഷം വന്ന കഴിഞ്ഞ ഒരു 2-2.5 വർഷമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ടെക്നോളജിയാണ് ടോപ്പ് കോൺ ടെക്നോളജി. കുറച്ചും കൂടെ എഫിഷ്യൻസി പെർക്ക് ടെക്നോളജിനേക്കാളും കുറച്ചും കൂടെ ഒരു 1-2% എഫിഷ്യൻസി കൂടുതലുള്ള ടെക്നോളജിയാണ് ടോപ്പ് കോൺ ടെക്നോളജി. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോ ലൈറ്റ് പെർഫോമൻസ്, ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, ഇങ്ങനെയുള്ള കുറേ ഫാക്ടേഴ്സിൽ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു ടെക്നോളജി ആയിരുന്നു ടോപ്പ് കോൺ ടെക്നോളജി. അതിലും ടോപ്പ് കോൺ ബൈഫേഷ്യൽ, ഹാഫ് കട്ട്, ഈ രീതിയിലുള്ള പാനലുകളാണ് അതിന്നും മാർക്കറ്റിൽ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഇത് മുമ്പേ ഉള്ള ടെക്നോളജി തന്നെയാണ്, ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി, HJT ടെക്നോളജി ഉണ്ട്. അതിൽ വരുന്ന പാനലുകൾ, HJT ടെക്നോളജി നമുക്കൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്പർ ഓഫ് പാനൽസ്, നമുക്കൊരു സ്പേസ് ഇല്ലാത്ത ഏരിയയിലാണെങ്കിൽ നമുക്ക് ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി HJTൻ്റെ പാനലുകൾ ഉപയോഗിക്കാം. ഏതാണ്ട് 750 വാട്ട്സ് അല്ലെങ്കിൽ 700 വാട്ട്സിലധികം വരുന്ന പാനലുകളാണ്. ഇപ്പോൾ നമ്മൾ 500-ൻ്റെ 600-ൻ്റെ ഒരു 10 പാനൽ വെക്കുന്നിടത്ത് നമുക്ക് ഇതൊരു 8 പാനൽ, അപ്പോൾ നമുക്കൊരു സ്പേസ് ലാഭിക്കാം. വലിയ പ്രോജക്റ്റുകൾക്ക് ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജിയുള്ള പാനലുകൾ ഉപയോഗിക്കാം. അതിൻ്റെ എഫിഷ്യൻസി ടോപ്പ് കോണേക്കാളും ഒരു സ്വല്പം കൂടുതലാണ്. ഇതാണ് അതിൻ്റെ തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ ഹെട്രോ ജംഗ്ഷൻ ടെക്നോളജി, HJT ടെക്നോളജി സെൽസ്, അതായത് DCR കാറ്റഗറിയിൽ HJT പാനലുകൾ ഇറക്കുന്ന മെയിനായിട്ട് 2 കമ്പനികളാണ്. അവരുടെ ഓൺ മാനുഫാക്ചറിങ്, സെൽ മാനുഫാക്ചറിങ് വരുന്ന കമ്പനികളാണ്. ഒന്ന് നമ്മുടെ അവാഡ എന്ന് പറയുന്ന ബ്രാൻഡ്, അവാഡയുടെ പാനലുകൾ അവർക്ക് അവരുടെ തന്നെയാണ് സെല്ല്. അതേപോലെ തന്നെ HJT പാനലുകൾ ഇറക്കുന്ന HJTയും അതുപോലെ ടോപ്പ് കോണും ഏതാണ്ട് 630, 600, 700, 700-ലധികം വരുന്ന പാനലുകൾ ഇറക്കുന്ന ഒരു ബ്രാൻഡാണ് അവാഡ. അതേപോലെ റിലയൻസിൻ്റെ പാനലുകളും HJT ടെക്നോളജിയിൽ വരുന്നുണ്ട്. വാരിയും നോൺ DCR കാറ്റഗറിയിലെ HJT പാനലുകൾ, ഇത് കേരളത്തിൽ ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് പാനലുകളുടെ ഒരു കാര്യം വരുന്നത്. ഇപ്പോൾ പാനലുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഏതാണ്ട് 100-ലധികം കമ്പനികളുടെ നമ്മുടെ നാട്ടിലുണ്ട്. അതിൽ ഒരുപാടെണ്ണം റീബ്രാൻഡിങ്ങിൽ വരുന്ന പാനലുകളാണ്. അപ്പോൾ റീബ്രാൻഡിങ്ങിലല്ലാത്ത ഓൺ മാനുഫാക്ചറിങ് ഉള്ള അല്ലെങ്കിൽ സെല്ല് എല്ലാം ഓൺ മാനുഫാക്ചറിങ് ആയിട്ടുള്ള കമ്പനികൾ നമുക്ക് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത്. അതിൽ പ്രധാനമായിട്ട് 2 സർട്ടിഫിക്കേഷൻസ് നമ്മൾ പറയാറുണ്ട്. ഒന്ന് ബ്ലൂംബർഗിൻ്റെ സർട്ടിഫിക്കേഷൻ, മറ്റേത് PVELൻ്റെ സർട്ടിഫിക്കേഷൻ. ഇതിലൊന്ന് ക്വാളിറ്റിയാണ് നോക്കുന്നതെങ്കിൽ മറ്റേത് ആ ഒരു പാനലിൻ്റെ ഇത്ര വർഷം നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതവിടെ നിലനിൽക്കുമോ, അത്തരം കാര്യങ്ങളാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമുക്ക് നോർമലി പാനലുകളെല്ലാം തന്നെ ടോപ്പ് കോൺ പാനലുകളൊക്കെ തന്നെ 12 വർഷം പ്രൊഡക്റ്റ് വാറണ്ടിയും 30 വർഷം പെർഫോമൻസ് വാറണ്ടിയാണ്. അപ്പോൾ ഈ രീതിയിലാണ് പാനലുകളുടെ കാര്യം പറയുക. അപ്പോൾ പാനലുകൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓൺ ബ്രാൻഡിങ്ങിൽ വരുന്ന നമ്മുടെ ലിസ്റ്റിലുള്ള കുറച്ച് പാനലുകളുണ്ട്. നമ്മുടെ വാരി, അതുപോലെ അദാനി, നമ്മുടെ അവാഡ, NV സോളാർ, പ്രീമിയർ എഞ്ചിനീയറിങ്, റിന്യൂസിസ് തുടങ്ങിയ പാനലുകളൊക്കെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന പാനലുകളാണ്. അവരുടെ ഓൺ ബ്രാൻഡിങ്ങിൽ വരുന്ന പാനലുകൾ ചൂസ് ചെയ്യുക, അതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക. ഇനി ഇൻവെർട്ടറിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 കിലോവാട്ടിൻ്റെ സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ അതിന് 600 വാട്ട്സിൻ്റെ 5 പാനലുകൾ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 630 വാട്ട്സിൻ്റെ 5 പാനലുകൾ യൂസ് ചെയ്യാം. അത് ഒരൊറ്റ സ്ട്രിങ് ആയിട്ടാണ് നമ്മുടെ ഇതിലേക്ക് വരിക. അപ്പോൾ അവിടെ വരുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഷെയ്ഡുള്ള ഏരിയയിൽ നമുക്കൊരിക്കലും സ്ട്രിങ് ഇൻവെർട്ടർ റെക്കമെൻഡ് ചെയ്യാൻ കഴിയില്ല. സ്ട്രിങ് ഇൻവെർട്ടർ ഷെയ്ഡ് ഇല്ലാത്ത നല്ല സൺലൈറ്റ്, ക്ലിയർ സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിലും നമുക്ക് സ്ട്രിങ് ഇൻവെർട്ടർ ഉപയോഗിക്കാം. മറ്റൊന്ന്, നമുക്ക് നാളെ ഇന്നുമ്പോൾ 3 കിലോവാട്ട് വെച്ചു, ഫ്യൂച്ചറിൽ നമുക്കത് എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമ്മൾ സ്ട്രിങ് ഇൻവെർട്ടർ നമ്മൾ സജസ്റ്റ് ചെയ്യാറില്ല. കാരണം നമുക്ക് എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇൻവെർട്ടർ മാറ്റി പുതിയ ഇൻവെർട്ടർ വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലാണ് പ്രധാനമായിട്ടും ഷെയ്ഡ്, അതേപോലെ തന്നെ എക്സ്പാൻഷൻ, ഈ 2 കേസുകളിലാണ് നമുക്ക് മൈക്രോ ഇൻവെർട്ടറുകളിലേക്ക് പോകാൻ വേണ്ടി കഴിയുക. ഷെയ്ഡിന് പരിഹാരത്തിന് വേണ്ടി മറ്റൊരു സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ ബ്രാൻഡ്, അതായത് സോളാർ എഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ കമ്പനിയാണ് സോളാർ എഡ്ജ്.
ആ എഡ്ജിൻ്റെ ഇൻവേർട്ടറുകൾക്ക് ഇപ്പം പണ്ട് വളരെ മുമ്പ് തന്നെ വെച്ചിട്ടുള്ള എഡ്ജിൻ്റെ സിസ്റ്റത്തിൽ നമുക്ക് എക്സ്പാൻഷൻ ഒന്നും വേണ്ട, പക്ഷേ നമുക്ക് ഷെയ്ഡ് ഉണ്ട്. 3 കിലോ വാട്ട് വെക്കണം, എക്സ്പാൻഷൻ വേണ്ട, ഷെയ്ഡ് ഉണ്ട്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒന്നുകിൽ ഈ സ്ട്രിങ്ങിന് പകരം നമുക്ക് സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസർ വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ഉണ്ട്, ലഭ്യമാണ്. അതും വലിയൊരു പ്രൈസ് ഡിഫറൻസ് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പം നമുക്കൊരു 220 ഒക്കെ വരുന്നിടത്ത് ഇതൊരു 230 ആ ഒരു റേഞ്ചിൽ നമുക്ക് ഒപ്റ്റിമൈസർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി പറ്റും. ഒപ്റ്റിമൈസർ ഒരു മിനി മൈക്രോ ഇൻവെർട്ടർ എന്ന് തന്നെ പറയാം. അതായത് അതിൻ്റെ ഒരു സിംഗിൾ ഇൻവെർട്ടർ ഉണ്ടാവും, ഒരു സ്ട്രിങ് ഇൻവെർട്ടർ ഉണ്ടാവും. പക്ഷേ ആ സ്ട്രിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ഓരോ പാനലിൻ്റെ അടിയിലും ഓരോ ചെറിയ ഒപ്റ്റിമൈസറുകൾ വെക്കും. ഈ ഒപ്റ്റിമൈസർ ഉള്ളത് MPPT ട്രാക്കേഴ്സാണ് ഒപ്റ്റിമൈസറിലുള്ളത്. അത് ഓരോ പാനലിനെയും ഇൻഡിവിജ്വലായിട്ട് ട്രാക്ക് ചെയ്ത്, അപ്പോൾ സപ്പോസ് ഒരു സ്ട്രിങ്ങിൽ നമുക്കിപ്പോൾ 6 പാനലുകൾ ഉണ്ടെങ്കിൽ ആ 6 പാനലുകളിൽ ഏതെങ്കിലും ഒരു പാനലിന് ഷെയ്ഡ് വന്നു കഴിഞ്ഞാൽ നോർമലി ഒരു സ്ട്രിങ് ഇൻവെർട്ടറിൻ്റെ കേസിൽ എന്ത് ചെയ്യും, എല്ലാ പാനലിൻ്റെ എഫിഷ്യൻസിയിൽ ബാധിക്കും. അതേസമയം നമ്മൾ ഒപ്റ്റിമൈസർ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കവിടെ എന്ത് ചെയ്യും, ആ ഷെയ്ഡ് വന്ന പാനലിൻ്റെ പ്രൊഡക്ഷൻ മാത്രം കുറഞ്ഞ് മറ്റെല്ലാം നോർമൽ പ്രൊഡക്ഷനിലേക്ക് പോകും. അപ്പം ഒരു മൈക്രോ ഇൻവേർട്ടറിൻ്റെ ആ ഒരു സെയിം എഫക്റ്റാണ് അവിടെ വരുന്നത്. പക്ഷേ നമുക്ക് സോളാർ ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുന്ന കേസിൽ നമ്മൾ ഒരിക്കലും നമുക്ക് മൈക്രോ ഇൻവേർട്ടറിലേക്ക് തന്നെ പോകുന്നതാണ് നല്ലത്. അപ്പം സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കേസിൽ ഇതാണ് അതിൻ്റെ ഏറ്റവും പ്രൈസിലാണ് മറ്റൊരു ഡിഫറൻസ്. ഇപ്പം ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക സ്ട്രിങ് ഇൻവേർട്ടർ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അത് സോളാർ എഡ്ജിൻ്റെ സ്ട്രിങ് ഇൻവേർട്ടർ ആകുമ്പോൾ നമുക്ക് ഒപ്റ്റിമൈസർ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം ആകുമ്പോൾ അതിൽ കൂടെ കുറച്ചും കൂടെ അല്പം കൂടെ ഒരു റേറ്റ് കൂടുന്ന ഒരു സൊല്യൂഷൻ അവിടെ നമുക്കുണ്ട്. ഇനി ആണ് മൈക്രോ ഇൻവേർട്ടറുകൾ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേരാണ് എൻഫേസ്. ഒരു USA ബ്രാൻഡായിട്ടുള്ള എൻഫേസ് എന്ന് പറയുന്ന മൈക്രോ ഇൻവേർട്ടറുകൾ. അപ്പോൾ എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടറുകൾക്ക് അത് ഓരോ പാനലുകൾക്കും ഓരോ ഇൻവേർട്ടറുകളാണ്. നമുക്കവിടെ DC ലോസേജ് അവിടെ കുറക്കാൻ വേണ്ടി പറ്റും. കാരണം നല്ല ലെങ്തിൽ നമുക്ക് DC വയറുകളിൽ കൂടെ DC വൈദ്യുതി ട്രാൻസ്പോർട്ട് ചെയ്യും. ഇപ്പോൾ സ്ട്രിങ്ങിൻ്റെ കേസിൽ, ഒരു സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കേസിൽ നമുക്ക് സോളാർ പാനലിൽ നിന്ന് ഇൻവേർട്ടർ വരെ നമുക്ക് DC കേബിൾ വഴിയാണ് DC കറണ്ടാണ് എത്തുക. ആ DC കറണ്ട് DC ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ നിന്ന് ഇൻവേർട്ടറിലേക്ക് എത്തി അവിടെയാണ് ഇൻവേർട്ടറാണത് AC ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇത്രയും ലോങ് ഡിസ്റ്റൻസിൽ DC വൈദ്യുതി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലോസ് കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ഈ മൈക്രോ ഇൻവേർട്ടറുകൾ സഹായിക്കും. കാരണം മൈക്രോ ഇൻവേർട്ടറുകൾ സോളാർ പാനലിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഓരോ പാനലും നമ്മൾ ഓരോ ഇൻവേർട്ടറുകളും വെക്കുക. ഇപ്പോൾ എൻഫേസിൻ്റെ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ ഓരോ പാനലിനും ഓരോ ഇൻവേർട്ടർ എന്നുള്ള ഒരു കണക്കിലാണ് എൻഫേസ് വരുന്നത്. അതിൻ്റെ ഇപ്പോൾ IQ8P എന്ന് പറയുന്നൊരു മോഡലുണ്ട്. ആ മോഡൽ 480 വാട്ട്സാണ് ഔട്ട്പുട്ടായിട്ട് കിട്ടുക നമുക്ക്. അപ്പോൾ നമുക്കൊരു 3 കിലോ വാട്ട് വെച്ച് കഴിയുമ്പോൾ ഏതാണ്ടൊരു 2880 വാട്ട്സ് വരെ ഔട്ട്പുട്ട് കിട്ടുന്ന രീതിയിലാണ് പീക്ക് ഔട്ട്പുട്ട്. അതായത് പ്രൊഡക്ഷനിൽ ലോസ് ഉണ്ടാവില്ല. അതായത് ആ എന്താണ് മാക്സിമം പീക്ക് ഔട്ട്പുട്ട് ഉണ്ടാവുമല്ലോ, ലൈവ് ഔട്ട്പുട്ട്, അത് 2.82 ആ ഒരു റേഞ്ചിൽ വരെയൊക്കെയാണ് നമുക്ക് ലഭിക്കുക. സ്ട്രിങ് ഇൻവെർട്ടറാണ് ഏതാണ്ട് ഒരു 2.995 വരെയൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. 3 വരെ നമുക്ക് ലഭിക്കാം. ഒരു 98% ആണ് അതിൻ്റെ ഒരു എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ചെറിയൊരു ഇഷ്യൂ, അത് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ സംസാരിച്ച കാര്യമാണ്. ചെറിയൊരു ക്ലിപ്പിംഗ് ഇഷ്യൂസ് അവിടെ വരാറുണ്ട് സാധാരണ. കാരണം ഇൻവേർട്ടർ നമ്മളൊരു 1/2 കിലോ വാട്ട് എന്നുള്ള കണക്കിലാണ് നമ്മൾ വെക്കുക. 6 പാനലും 6 ഇൻവേർട്ടറും വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ ഇത് 1/2 കിലോ വാട്ട് തികയുന്നില്ല. 480 വാട്ട്സാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഇതാണ് എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടർ. അതിൽ കോസ്റ്റ്ലിയാണ്, അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. ഒരു പാനലിന് ഒരു ഇൻവേർട്ടർ വരുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം കോസ്റ്റ്ലിയാണിത്. ഇപ്പോൾ നമുക്കൊരു 280 ആ ഒരു റേഞ്ചിൽ ഒക്കെ നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് 280 എന്ന് പറയുമ്പോൾ പല ആളുകളും പറയും ഇവിടെ 250 ചെയ്യുന്ന ആളുകളുണ്ടെന്ന് പറയും. ഞാൻ പറയുന്നത് അതിൻ്റെ ഓരോ കമ്പോണൻറ്റും അതുകൊണ്ട് എർത്തിങ് യൂണിറ്റൊക്കെ വളരെ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിങ്, സോളാർ PV മൊഡ്യൂള് പിന്നെ വെക്കുന്ന അല്ലെങ്കിൽ സോളാർ സ്ട്രക്ചറുകൾ, സോളാർ മൗണ്ടിങ് സ്ട്രക്ചറുകൾ, അത് ടാറ്റ GE തന്നെ യൂസ് ചെയ്തിട്ടൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു റേഞ്ചിലാണ് ചെയ്യാൻ പറ്റുക. മറ്റേത് 220 ചെയ്യാൻ പറ്റുന്നത് ഇത് 280, ഒരു 60,000 രൂപയുടെ ഒക്കെ ഒരു വ്യത്യാസം അവിടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടറുകൾ. എൻഫേസിൻ്റെ അതിൻ്റെ വാറണ്ടി എന്ന് പറയുന്നത് 15 വർഷമാണ്. അത് നമുക്ക് 25 വർഷം വരെ എക്സ്റ്റൻഷനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് വൺസ് നമ്മുടെ പ്ലാന്റ് കമ്മീഷൻ ആയതിനു ശേഷം ഓരോ പാനലിൻ്റെയും സീരിയൽ നമ്പർ കൊടുത്ത് നമ്മൾ കസ്റ്റമറാണത് ചെയ്യേണ്ടത്. അഡീഷണലായിട്ട് ഒരു ഇൻവേർട്ടറിന് ഏതാണ്ട് ഒരു 3000 റുപ്പീസ് ആ ഒരു റേഞ്ചിലാണ് വരുന്നത്.
അപ്പോൾ അതാണ് എൻഫേസിൻ്റെ മൈക്രോ ഇൻവേർട്ടറിൻ്റെ ഒരു ഇത്. ഇപ്പോൾ ഇന്ന് മാർക്കറ്റിൽ എൻഫേസ് അല്ലാതെ മറ്റ് നിരവധി കമ്പനികളുടെ കുറച്ചും കൂടെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള മൈക്രോ ഇൻവേർട്ടറുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ്. അതിൽ ചില മോഡലുകൾ നമുക്ക് പരിചയപ്പെടാം. ഒന്ന് നമ്മുടെ കനേഡിയൻ കമ്പനിയായിട്ടുള്ള ക്വാഡ് ഇൻവേർട്ടർ. ഞാനൊരു ജിയോ സ്പാർക്കിൻ്റെ ഒരു ഇൻവേർട്ടറിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് സ്പാർക്ക് ഇൻവേർട്ടർ. സ്പാർക്ക് എന്ന് പറഞ്ഞ ഒരു കനേഡിയൻ ബ്രാൻഡാണ്. അപ്പോൾ അവരാണ് ആദ്യമായിട്ട് ഈ ക്വാഡ് ഇൻവേർട്ടേഴ്സ് ഒക്കെ ഇറക്കിയത്. അതായത് മൈക്രോ ഇൻവേർട്ടർ തന്നെയാണ്, പക്ഷേ ഒരു ഇൻവേർട്ടറിൽ 4 പാനൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള 2 കിലോ വാട്ടിൻ്റെയൊക്കെ ഇൻവേർട്ടറുകൾ അവരാണ് ആദ്യം മാർക്കറ്റിലേക്ക് ഇറക്കിയത്. കനേഡിയൻ കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ കനേഡിയൻ ആ ഒരു സ്പാർക്കും അതേപോലെ ഇന്ത്യയിൽ ജിയോയും അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ജിയോ സ്പാർക്കിൻ്റെ ക്വാഡ് ഇൻവേർട്ടേഴ്സ് മാർക്കറ്റിൽ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ അതിൻ്റെ സർവീസും കാര്യങ്ങളൊന്നും നമുക്കത്ര വ്യക്തമായിട്ട് ധാരണയില്ല. മറ്റ് ചില ഇൻവേർട്ടറുകൾ കൂടിയുണ്ട് നമ്മുടെ. അതിൽ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന മറ്റ് 1-2 ബ്രാൻഡ് കൂടെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് നമ്മുടെ ടീസൺ എന്ന് പറയുന്ന ബ്രാൻഡാണ്. ടീസൻ്റെ മൈക്രോ ഇൻവേർട്ടറുകൾ 3 കിലോ വാട്ട്, 2 കിലോ വാട്ട്, 1 കിലോ വാട്ട് ഈ റേഞ്ചിലൊക്കെ നമുക്ക് ലഭ്യമാണ്. ഇപ്പം ടീസൺ മൈക്രോ ഇൻവേർട്ടറുകൾ ഏതാണ്ട് ഒരു 20,000 രൂപ ഡിഫറൻസിൽ നമുക്ക് മൈക്രോ ഇൻവേർട്ടർ വെക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 220 ഇതിനുണ്ടെങ്കിൽ അതിനൊരു 240 അല്ലെങ്കിൽ 230 ആ ഒരു റേഞ്ചിൽ നമുക്ക് ടീസൺ മൈക്രോ ഇൻവേർട്ടർ വെച്ചിട്ട് ഒരു 3 കിലോ വാട്ട് സിസ്റ്റം ചെയ്യാൻ വേണ്ടി കഴിയും. അപ്പോൾ അവിടെ നമുക്കൊരു ഷെയ്ഡുള്ള ഏരിയയിൽ വീടിൻ്റെ മുകളിൽ ഷെയ്ഡ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം എന്നുള്ള ഒരു ഓപ്ഷനൊക്കെ പരിഗണിക്കുന്ന ആളുകൾക്ക് ചെറിയൊരു റേറ്റ് ഡിഫറൻസിൽ നമുക്ക് എൻഫേസ് ഒക്കെ ആകുമ്പോൾ 280 അതിൻ്റെ ആ റേഞ്ചിലേക്ക് വരും. അതേസമയം നമുക്ക് ടീസൻ്റെ ഒക്കെ മൈക്രോ ഇൻവേർട്ടർ വെക്കുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഒരു സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാം. ഇതേപോലെ മറ്റൊരു ബ്രാൻഡാണ് നമ്മുടെ ഡെയിൻ്റെയും 1 കിലോ വാട്ട്, 2 കിലോ വാട്ടിൻ്റെയൊക്കെ മൈക്രോ ഇൻവേർട്ടറുകൾ ലഭ്യമാണ്. അപ്പോൾ അതിൽ 1 കിലോ വാട്ടാണ് 2 പാനലുകളും, 2 കിലോ വാട്ടിൻ്റെ 4 പാനലുകളും സെപ്പറേറ്റ് ആയിട്ട്. അപ്പം അതിലെന്താണ് നമുക്ക് മൈക്രോ ഇൻവേർട്ടറുകളുടെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വൽ പാനലിൻ്റെ മോണിറ്ററിങ് അത് നമുക്ക് നടക്കും. ഓരോ പാനലിൻ്റെയും മോണിറ്ററിങ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു പാനലിന് ഇഷ്യൂസ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് തിരിച്ചു. അതേ സ്ട്രിങ്ങിൻ്റെ കേസിൽ നമുക്കത് ആംബിയർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇത് നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ ഓരോ സെപ്പറേറ്റ് യൂണിറ്റ് ആയിട്ട് തന്നെ നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. പിന്നെ അവിടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക, അതിപ്പോൾ പല സ്ട്രിങ് ഇൻവേർട്ടറുകളിലും ഡിസ്പ്ലേ വരാത്ത പല സ്ട്രിങ് ഇൻവേർട്ടറുകളുണ്ട്, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവേർട്ടറുകൾ തന്നെ, പക്ഷേ ഡിസ്പ്ലേ ഇല്ലാത്ത ഇൻവേർട്ടർ മോഡലുകളുണ്ട്. പക്ഷേ ഏതാണ്ട് ഒരു 90-95% വരുന്ന ഇൻവേർട്ടറുകളിലും സ്ട്രിങ് ഇൻവേർട്ടറുകളിലും ഒരു ഡിസ്പ്ലേ അവിടെ ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് വൈഫൈ ഇല്ലെങ്കിലും അവിടെ പോയി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പക്ഷേ മൈക്രോ ഇൻവേർട്ടറിൻ്റെ കേസിൽ നമുക്കൊരു വൈഫൈ സിസ്റ്റം ഉണ്ടാവണം, എങ്കിൽ മാത്രമേ നമുക്കത് മൊബൈലിൽ ഡാറ്റ ലഭ്യമാവുകയുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. മറ്റൊരു പ്രമുഖ ബ്രാൻഡാണ് ഹോയ്മെയിൽസ്. അത് ചൈനയുടെ ഒരു ചൈനീസ് പ്രോഡക്റ്റാണ്, പക്ഷേ ഗ്ലോബൽ ലെവലിലുള്ള ഒരു മൈക്രോ ഇൻവെർട്ടറാണ്. കുറച്ച് കോസ്റ്റ്ലിയാണ് എങ്കിലും ഹോയ്മെയിൽസും ഇതേപോലെ തന്നെ ക്വാഡ് ഇൻവെർട്ടറുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുക ഡെയ് അതേപോലെ തന്നെ ടീസൺ, ഇത് രണ്ടും നമുക്ക് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് മൈക്രോ ഇൻവേർട്ടർ സിസ്റ്റം ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് എപ്പോഴും ഷെയ്ഡുള്ള ഏരിയയിൽ ഷെയ്ഡ് വരുന്ന ഏരിയയിൽ അതുപോലെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനിൽ നമുക്ക് ഈ ഒരു ഇൻവേർട്ടർ നമുക്ക് ചൂസ് ചെയ്യാം. അപ്പം ഏതാണ്ടൊരു ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഏരിയ എങ്ങനെയാണ്, അതുപോലെ നാളെ എക്സ്പാൻഡ് ചെയ്യാൻ ആഗ്രഹമുണ്ടോ, ഇത് വെച്ചിട്ട് വേണം നിങ്ങൾ ഇൻവേർട്ടർ ഏത് സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. അപ്പോൾ പല ആളുകളും പല വെൻഡേഴ്സും പല ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യും, പക്ഷേ നിങ്ങൾക്കൊരു ധാരണയുണ്ടാവണം നമ്മുടെ വീട്ടിൽ ഏതാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പം ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം, സ്ട്രിങ് ഇൻവേർട്ടറുകൾ ഒരു 3 കിലോ വാട്ടാണെങ്കിൽ ഒരു ഇൻവേർട്ടർ അതിൻ്റെ സ്ട്രിങ് ആയിട്ട് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. ആ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രിങ്ങിലെ ഒരു ഇൻവേർട്ടറിന് എന്തെങ്കിലും ഷെയ്ഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പ്രൊഡക്ഷൻ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ട്രിങ്ങിലെ മൊത്തം ഇതിനെ ബാധിക്കും. അതാണ് അവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാൻ പറ്റുക. പിന്നെ അത് കോസ്റ്റ് എഫക്റ്റീവാണ്, ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്ട്രിങ് ഇൻവേർട്ടറാണ്. പിന്നെ എക്സ്പാൻഷനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഒരു നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ആ സമയത്ത് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഇൻവേർട്ടർ മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതാണ് ഈ ഒരു സ്ട്രിങ് ഇൻവേർട്ടറിൻ്റെ കാര്യം. ഇനി മൈക്രോ ഇൻവേർട്ടറുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻഫേസ് ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് നമുക്ക്. പക്ഷേ ഓരോ പാനലിനും ഓരോ ഇൻവേർട്ടർ എന്നുള്ള രീതിയിലാണ് എൻഫേസ് വരുന്നത്. എൻഫേസിൻ്റെ ഒരു സർവീസൊക്കെ നല്ല സർവീസാണ്. അപ്പം ചില ആളുകൾക്ക് എൻഫേസ് തന്നെ വേണമെന്ന്
നിർബന്ധമുള്ള ആളുകളുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് എൻഫേസ് ചൂസ് ചെയ്യാം. പക്ഷേ റേറ്റിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇനി മൈക്രോ ഇൻവെർട്ടർ വേണം, നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ടീസൺ ഡെയ് പോലുള്ള ഇൻവെർട്ടറുകൾ യൂസ് ചെയ്യാം. മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് സോളാർ എഡ്ജിൻ്റെ ഒപ്റ്റിമൈസർ വെച്ചിട്ടുള്ള ഒരു സിസ്റ്റം. ആ ഒപ്റ്റിമൈസർ വെച്ചിട്ടുള്ള സിസ്റ്റത്തിൽ നമുക്ക് എക്സ്പാൻഷൻ്റെ പോസിബിലിറ്റി ഇല്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താണ് ഒരു മൈക്രോ ഇൻവെർട്ടർ ഷെയ്ഡിൻ്റെ ഒക്കെ ഇഷ്യൂ നമുക്ക് ഈ ഒപ്റ്റിമൈസർ വെച്ചിട്ട് പരിഹരിക്കാൻ വേണ്ടി പറ്റും. അത് ഏതാണ്ട് വലിയൊരു റേറ്റ് ഡിഫറൻസ് ഇല്ലാതെ, നോർമൽ സ്ട്രിങ്ങുമായിട്ട് വലിയ റേറ്റ് ഡിഫറൻസ് ഇല്ലാതെ തന്നെ ഈ ഒപ്റ്റിമൈസർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് പ്രധാനമായിട്ടും സോളാർ ഇൻവെർട്ടറുകളെ കുറിച്ചിട്ടുള്ള നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. അപ്പം എല്ലാവർക്കും അത്യാവശ്യം ഒരു ധാരണയായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ PV മൊഡ്യൂളിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ എങ്കിലും അതിൻ്റെ ഒരു അപ്ഡേഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അതുപോലെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ സൈറ്റ് വിസിറ്റ് ഉണ്ട്. അപ്പോൾ അതിന് ശേഷം കൃത്യമായിട്ട് ഏത് പ്ലാന്റ് നിങ്ങൾക്ക് വേണമെന്ന് നമ്മളൊരു സജസ്റ്റ് ചെയ്യും. അപ്പോൾ അതിലൊരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്കത് പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് തന്നെ ഒരാളുടെ അടുത്തൊരു കൃത്യം റേറ്റ് നമുക്ക് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കവിടെ വേണ്ട സൊല്യൂഷൻ എന്താണ്. ഇപ്പോൾ 3 കിലോവാട്ടിന് ഇത്ര റേറ്റ് എന്ന് പറയാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? ഇപ്പോൾ നമുക്ക് ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. ഒപ്റ്റിമൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോ ഇൻവെർട്ടർ യൂസ് ചെയ്യാം, അതുപോലെ മൈക്രോ ഇൻവെർട്ടറിന് എൻഫേസിൻ്റെ മൈക്രോ ഇൻവെർട്ടർ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഓപ്ഷൻസ് നമ്മുടെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ നിങ്ങളുടെ കണ്ടീഷനിൽ ഏത് സൊല്യൂഷനാണ് നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് ഈ പ്ലാന്റ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുക. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും സോളാർ പവർ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെടാം. നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സൺട്രോപ്പിക് റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് നമ്മൾ സ്ഥാപിക്കുന്ന നമ്മുടെ പ്ലാന്റുകളിൽ നമ്മൾ പ്രോപ്പറായിട്ട് 5 വർഷം സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി മറ്റ് പ്ലാന്റുകൾ സർവീസ് ലഭ്യമല്ലാത്ത മറ്റ് പ്ലാന്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ AMC ആനുവൽ മെയിൻ്റനൻസ് ചാർജ് വാങ്ങിയിട്ട് നമ്മൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനും ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. ഇനി സോളാറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ക്ലാരിഫൈ ചെയ്യാനും നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടാം. അപ്പം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാം. കാരണം ഇതൊരു കൺസ്യൂമറും അതേപോലെ തന്നെ വെണ്ടറും എല്ലാവർക്കും ഇതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു സോളാർ പവർ പ്ലാന്റുകൾ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.